ഭൂമി ഒരു അഗ്നിഗോളമാകാനുള്ള ഒരുക്കത്തിലാണ്. ഭൂമിയുടെ അവസാന നാളുകളിലേക്കുള്ള പടിവാതിൽ എത്തി നിൽക്കുന്നു. ദിനംപ്രതി ഭൂമിയിലെ ജീവജാലങ്ങളെയെല്ലാം കത്തി നശിപ്പിക്കും വിധം കഠിനമായ ചൂടിൽ വെന്തുരുകുന്ന അവസ്ഥയാണുള്ളത്. ദാഹശമനികൾക്കോ എയർ കണ്ടീഷനുകൾക്കോ ഈ ചൂടിന് മുന്നിൽ പിടിച്ചു നിൽക്കാനാവാത്ത വിധമുള്ള താപോർജ്ജം. ഏതെങ്കിലും ഒരു ദിവസം ലോകാവസാനം ഉണ്ടാകുമെന്ന് വിശ്വസിച്ചിരിക്കുന്നവരാണ് നമ്മളിൽ മിക്ക ആളുകളും. എന്നാൽ ഇതാ 250 ദശലക്ഷം വർഷത്തിനുള്ളിൽ ഭൂമി അവസാനിക്കുമെന്ന് കണ്ടെത്തിയിരിക്കുകയാണ് ഒരു പഠനം. കമ്പ്യൂട്ടർ സിമുലേഷനുകൾ ഉപയോഗിച്ച് ബ്രിസ്റ്റോൾ സർവകലാശാലയിലെ ഗവേഷകരാണ് പഠനം നടത്തിയത്. എല്ലാ സസ്തനുകളെയും തുടച്ചു നീക്കുന്ന ഒരു കൂട്ട വംശനാശം എന്ന് സംഭവിക്കുമെന്നും പഠനം പറയുന്നുണ്ട്. റിപ്പോർട്ടുകൾ പ്രകാരം ഏതെങ്കിലും ജീവജാലം എങ്ങനെയെങ്കിലും നിലനിൽക്കുകയാണെങ്കിൽ അവയ്ക്ക് 40 ഡിഗ്രി സെൽഷ്യസിനും 70 ഡിഗ്രി സെൽഷ്യസിനും ഇടയിലുള്ള താപനിലയിൽ ജീവിക്കേണ്ടി വരും. ഏകദേശം 66 ദശലക്ഷം വർഷങ്ങൾക്ക് മുൻപ് ഒരു ബഹിരാകാശ പാറ ഭൂമിയിലിടിച്ച് അതിന്റെ ആദ്യത്തെ ദുരന്തത്തിന് കാരണമായ ദിനോസറുകൾ കൊല്ലപ്പെട്ടതിനു ശേഷമുള്ള രണ്ടാമത്തെ കൂട്ട വംശനാശമാണിത്. ബ്രിസ്റ്റോൾ യൂണിവേഴ്സിറ്റിയിലെ സ്കൂൾ ഓഫ് ജിയോഗ്രാഫിക്കൽ സയൻസിലെ സീനിയർ റിസർച്ച് അസോസിയേറ്റ് ആയ ഡോക്ടർ അലക്സാണ്ടർ ഫാർവർത്ത് ആണ് പഠനം നടത്തിയത്. 280 ദശലക്ഷം വർഷത്തിനുള്ളിൽ എല്ലാ ഭൂഖണ്ഡങ്ങളും പാങ്കി അൾട്ടിമ എന്നൊരൊറ്റ സൂപ്പർ ഉപഭൂഖണ്ഡമായി മാറുമെന്നും ഗവേഷകർ പറയുന്നുണ്ട്. അന്തരീക്ഷത്തിലെ കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് ഇന്നത്തേതിനെ അപേക്ഷിച്ച് ഇരട്ടിയായിരിക്കുന്നതിനാൽ ഭാവി വളരെ ഇരുണ്ടതായിരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അതുമൂലം മനുഷ്യർക്കും മറ്റ് ജീവജാലങ്ങൾക്കും വിയർപ്പിലൂടെ ശരീരത്തെ തണുപ്പിക്കാൻ കഴിയില്ല. ഇതോടെ മരണം സംഭവിക്കുകയും ചെയ്യും. ഇനി മറ്റൊരു പഠനം കൂടി ഇതിനോടൊപ്പം തന്നെ പുറത്തു വരുന്നുണ്ട്. ആഗോളതാപനം മൂലമുണ്ടായ കാലാവസ്ഥാ വ്യതിയാനം ഭൂമിയുടെ ഭ്രമണപഥത്തെ തന്നെ ബാധിക്കുമെന്നാണ് പുതിയ പഠനങ്ങൾ വെളിവാക്കുന്നത്. ഇതിനർത്ഥം നമ്മുടെ സമയത്തെ തന്നെ മാറ്റിമറിക്കുന്ന വിധത്തിൽ സ്ഥാനചലനം സംഭവിക്കുന്നതാണ്. ധ്രുവപ്രദേശങ്ങളിൽ മഞ്ഞുരുകളുടെ തോത് കൂടിയത് ഭൂമിയുടെ ഭ്രമണ വേഗത കുറയ്ക്കാൻ കാരണമായിട്ടുണ്ട്. നമ്മുടെ മിനിറ്റുകൾ, മണിക്കൂറുകൾ എല്ലാം ചേർന്ന സമയം നിർണ്ണയിക്കുന്നത് ഭൂമിയുടെ ഭ്രമണമാണ്. എന്നാൽ ആ ഭ്രമണം സ്ഥിരമല്ല. ഭൂമിയുടെ ഉപരിതലത്തിലും ഉൾക്കാമ്പിലും സംഭവിക്കുന്നത് എന്താണ് എന്നതിനെ ആശ്രയിച്ച് ഇതിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ സംഭവിച്ചേക്കാം. ഓരോ മിനിറ്റിലും ചൂട് കൂടുന്ന സാഹചര്യത്തിൽ അന്റാർട്ടിക്കയിലും ഗ്രീൻലാൻഡിലും ഹിമം ഉരുകിക്കൊണ്ടിരിക്കുകയാണ്. ഈ മഞ്ഞുരുകുന്ന വെള്ളം എത്തുന്നതോ ഭൂമധ്യരേഖാ പ്രദേശത്തേക്കും. ഈ മഞ്ഞുരുകൽ ഭൂമിയുടെ മാസ് ഡിസ്ട്രിബ്യൂഷനിലും മാറ്റങ്ങൾ വരുത്തും. ഭൂമധ്യരേഖാ പ്രദേശത്ത് മാസ് കൂടുന്നത് ഭ്രമണപഥത്തെ തന്നെ ബാധിക്കുന്നു. ഈ മാറ്റം സമയത്തെ തന്നെ ബാധിക്കുമെന്നാണ് പഠനങ്ങൾ വ്യക്തമാക്കുന്നത്. ഭൂമിയിലെ സമയത്തിന്റെ വേഗത കുറയുന്നു. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളുടെ കണക്കെടുത്താൽ ഭൂമിയുടെ ഭ്രമണ വേഗത കൂടിയതായി കണക്കാക്കുന്നുണ്ട്. ഭൂമിയുടെ കാമ്പിലെ മാറ്റങ്ങളായിരുന്നു അതിന്റെ പ്രധാന കാരണം തന്നെ. അതുകൊണ്ട് തന്നെ 2026 ആകുമ്പോഴേക്കും ക്ലോക്കുകളിൽ നിന്നും 1 സെക്കൻഡ് കുറയ്ക്കുമെന്നായിരുന്നു വിദഗ്ധർ വ്യക്തമാക്കിയത്. ഇതിനെ നെഗറ്റീവ് ലീപ് സെക്കൻഡ് എന്നാണ് വിളിക്കുന്നത്. നാളിതുവരെ ഇത്തരത്തിൽ സമയം കൂട്ടിച്ചേർക്കേണ്ട അവസ്ഥ വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ അതുവഴി ഉണ്ടായേക്കാവുന്ന പ്രശ്നങ്ങളെപ്പറ്റി മുൻവിധിയില്ലെന്നും വിദഗ്ധർ പറയുന്നുണ്ട്. അങ്ങനെ വന്നാൽ സെക്കൻഡുകളുടെ കൃത്യതയിൽ പ്രവർത്തിക്കുന്ന ഫിനാൻഷ്യൽ മാർക്കറ്റ്, GPS തുടങ്ങിയ സംവിധാനങ്ങളിൽ തകരാറുകൾ സംഭവിക്കും. ഈ മഞ്ഞുരുകലും തുടർന്നുള്ള പ്രശ്നങ്ങളും നമ്മൾ വരുത്തിവെച്ചതാണ്. ഉയരുന്ന സമുദ്രനിരപ്പ് തീരദേശ മേഖലയെ നാശത്തിലാക്കും. ജനങ്ങൾ വീട് വിട്ടൊഴിയേണ്ടി വരും. അടിക്കടി ഉണ്ടാകുന്ന ചുഴലിക്കാറ്റുകൾ, പ്രളയം, വരൾച്ച ഇവയൊക്കെ മനുഷ്യന്റെ ജീവന് ഭീഷണിയായി തന്നെ മാറും. ഭൂമിയിൽ നിന്നും സകലതും തുടച്ചു നീക്കപ്പെടുന്ന സമയം അതിക്രമിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇതൊരു ഓർമ്മപ്പെടുത്തലാണ്. നമ്മുടെ ചെയ്തികൾക്കുള്ള ഫലം നമ്മൾ തന്നെ അനുഭവിക്കാൻ പോകുന്നു.